ബീഹാർ വോട്ടർ പട്ടിക വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും സ്തംഭിക്കാനാണ് സാധ്യത. ബീഹാർ വോട്ടർ പട്ടിക വിഷയത്തിൽ പാർലമെന്റ് കവാടത്തിൽ ഇന്ത്യ സഖ്യാംഗങ്ങൾ ഇന്നും പ്രതിഷേധിക്കും. അതേസമയം പുതിയ ഉപരാഷ്ട്രപതിയെ കണ്ടെത്താനുള്ള കൂടിയാലോചനകൾ BJP നേതൃത്വത്തിൽ സജീവമാണ്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഗുഡ് മോർണിംഗ്. ഇന്നും സഭയിൽ ബഹളങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത തന്നെയാണ് കാണുന്നത്. ബീഹാർ മാത്രമല്ല, ഇപ്പോൾ ഈ ഉപരാഷ്ട്രപതിയുടെ കാര്യത്തിലാണെങ്കിലും ഉപരാഷ്ട്രപതിയുടെ രാജി, അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഇക്കാര്യം ചർച്ച ചെയ്യുന്നു പോലുമില്ല. ആ കാര്യം മിണ്ടാൻ പോലും സമ്മതിക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷ MP-മാർ പറയുന്നത്. അപ്പം ഇന്ന് എന്തായിരിക്കും സ്ഥിതി? വെരി ഗുഡ് മോർണിംഗ് സ്മിത, റീജിത്ത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തുടർച്ചയായി 4 ദിവസവും പാർലമെന്റിന്റെ ഇരുസഭകളും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സ്തംഭിച്ചിരുന്നു. പ്രധാനമായും ബീഹാറിലെ വോട്ടർ പട്ടിക വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇന്ത്യ സഖ്യം അത്തരത്തിൽ ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസവും പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുമ്പായി സഭാ കവാടത്തിൽ, മകര കവാടത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളുമായുള്ള പ്രതിഷേധം ഇന്നും തുടരാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. സഭ ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ സഭാ കവാടത്തിൽ പ്രതിഷേധം ആരംഭിക്കും. അതിനുശേഷം സമാനമായി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായതിന് സമാനമായി തന്നെ ഈ വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇരു സഭകളിലും നോട്ടീസ് നൽകാനാണ് പ്രതിപക്ഷാംഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ നോട്ടീസ് തള്ളുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധം നടത്തും. സഭ സ്തംഭിപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കടുത്ത ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ചിരുന്നു. കർണാടകയിലെ ഒരു സീറ്റിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായി എന്നും അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹകരിച്ചതിന്റെ തെളിവ് തങ്ങളുടെ കൈവശമുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതേസമയം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കൃത്യമായി സുതാര്യമായി തന്നെയാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഉപരാഷ്ട്രപതിയുടെ രാജിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും തുടരുകയാണ്. രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം ഈ വിഷയം ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് തള്ളിയിരുന്നു. ഇന്നും ആ വിഷയം ഉന്നയിച്ച നോട്ടീസ് നൽകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സ്മിത, റീജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വർഷകാല സമ്മേളനം തുടങ്ങിയത് മുതൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുണ്ട്. ഇന്നും അത് തുടരാൻ തന്നെയാണ് സാധ്യത. ഇരുസഭകളും സ്തംഭിക്കാൻ തന്നെയാണ് സാധ്യത. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.